പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ വളരെ വിജയകരമായി കൃഷി ചെയ്യാൻ സാധിക്കുന്നൊരു പഴവർഗ്ഗ ചെടിയാണ് റെഡ് ലേഡി പപ്പായ. ശാസ്ത്രീയമായി കൃഷി ചെയ്യുകയാണെങ്കിൽ റെഡ് ലേഡി പപ്പായ നാടൻ പപ്പായയെ അപേക്ഷിച്ച് മികച്ച വിളവ് നൽകുകയും അതുപോലെ തന്നെ ദീർഘകാലം വിളവ് നൽകുകയും ചെയ്യും. മാത്രമല്ല, നാടൻ പപ്പായകളെ പോലെ പെട്ടെന്ന് അഴുകിപ്പോകുന്ന സ്വഭാവവും ഈ റെഡ് ലേഡി പപ്പായയ്ക്ക് ഇല്ല. നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന പ്രദേശമാണ് പപ്പായ തൈ നടാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 1/2 മീറ്റർ നീളം, വീതി, ആഴം എന്നീ അളവിലാണ് പപ്പായ തൈ നടുന്നതിന് വേണ്ടി നമ്മൾ കുഴി എടുക്കേണ്ടത്. കുഴിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം മണ്ണിൻ്റെ അമ്ലത്വം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പപ്പായയെ സംബന്ധിച്ചിടത്തോളം അമ്ലത്വമുള്ള മണ്ണിൽ നിരവധി കുമിൾ രോഗങ്ങളും മറ്റും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 1/2 കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് മണ്ണുമായി ചേർത്ത് കുഴിയിലിടേണ്ടതാണ്. മാത്രമല്ല, 2 ദിവസം ഇടവിട്ട് വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ നനയും കൊടുക്കേണ്ടതാണ്. കുമ്മായം നൽകി 10-15 ദിവസം കഴിഞ്ഞ് മണ്ണുമായി അടിവളം ചേർത്ത് കുഴി മൂടി പപ്പായ നടാവുന്നതാണ്. അടിവളമായി കുറഞ്ഞത് 5 കിലോ എങ്കിലും ജൈവവളം ചേർക്കേണ്ടതാണ്. ജൈവവളത്തോടൊപ്പം 150 ഗ്രാം എല്ലുപൊടി, അതുപോലെ തന്നെ 150 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇവയും ചേർക്കുന്നത് നല്ലതാണ്. 2 പപ്പായ തൈകൾ തമ്മിലുള്ള അകലം 2 മീറ്ററായി ക്രമീകരിച്ചിരിക്കണം എന്നുള്ളത് ആവശ്യമായ വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രാഥമിക മൂലകങ്ങൾ ഉൾപ്പെട്ട രാസവള പ്രയോഗം. പപ്പായ നട്ട് 2 മാസം കഴിഞ്ഞ ഉടനെ തന്നെ 100 ഗ്രാം യൂറിയ, 250 ഗ്രാം രാജ്ഫോസ്, 150 ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം. കൂടാതെ ഓരോ 2 മാസം കൂടുന്തോറും ഇതേ അളവിൽ രാസവള പ്രയോഗം ആവശ്യമാണ്. കൂടാതെ 3 മാസത്തിലൊരു പ്രാവശ്യം 200 ഗ്രാം കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റും നൽകേണ്ടതാണ്. മണ്ണിൻ്റെ അമ്ലത്വം കുറയ്ക്കാനും കാൽസ്യം പ്രദാനം ചെയ്യാനും ഇത് വളരെയധികം ആവശ്യമാണ്.